ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായമാണ് ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിൽ ഗബ്രീനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ നടന്നിട്ടുള്ള ഈ കോൺവെർസേഷൻ കണ്ടതിൽ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് തോന്നുന്നത് ഗബ്രിയുടെ അടുത്താണ്. എനിക്ക് ജാസ്മിൻ എന്തോ ഒരു വിക്ടിം പ്ലേ ചെയ്യുന്നത് പോലെ തോന്നുന്നു. കാരണം എന്നെ തേച്ചേ, എന്നെ ഗബ്രി പറ്റിച്ചേ, എൻ്റെ അടുത്ത് വന്നിട്ട് പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് എന്നെ പറ്റിച്ചേ എന്നുള്ള രീതിയിലൊക്കെ ഗബ്രി പെരുമാറുന്നതായിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് എന്നുള്ളത്. ഇവർ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഞങ്ങൾ പ്രണയിച്ചാലും കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രണയത്തിലേക്ക് കൊണ്ടുപോവില്ല എന്നുള്ളത്. ഇപ്പോഴും ജാസ്മിൻ സംസാരിക്കുമ്പോഴും ജാസ്മിൻ പറയുന്നത് ജാസ്മിന് പ്രണയമാണ്, പക്ഷേ അത് നടക്കില്ല എന്ന് എനിക്കറിയാം, അത് ഉറപ്പാണ്. ഇത് തന്നെ ഗബ്രി പറയുമ്പോൾ അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറിയിട്ട് ഇപ്പം അത് നടക്കില്ല, അവനത് തുറന്നു പറയുന്നില്ല എന്ന്. അതെങ്ങനെയാണ്? രണ്ടുപേരും ഒരേ കാര്യം പറയുന്നു, അതിൽ ഗബ്രീൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ ജാസ്മിൻ പറയുന്നു. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പം ഇവരുടെ ഈ കോൺവെർസേഷൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിന് വോട്ട് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി. അതാണ് ഇപ്പോൾ ഈ ജാസ്മിൻ ഇത്രയും നേരം റസ്മിനെയും ഗബ്രീനെയൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ചത്. റസ്മിൻ്റെ അടുത്ത് മാറിയിരുന്ന് സംസാരിച്ചത്. ഗബ്രി എന്തോ വലിയ തെറ്റ് ജാസ്മിൻ്റെ അടുത്ത് ചെയ്തതുപോലെയാണ് ജാസ്മിൻ പറയുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അവൻ്റെ തെറ്റല്ല, എൻ്റെ തെറ്റാണ്. എന്നാൽ പിന്നെ അവനെ കുറ്റപ്പെടുത്താതിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഈക്വലി ഒരേപോലെ ചെയ്ത കാര്യമാണ്. അതിൽ ഗബ്രീനെ മാത്രം പറയുന്നത് മോശമാണ് ജാസ്മിൻ. ഈ വിഷയത്തിൽ ഗബ്രീനെക്കാട്ടിലും കൂടുതൽ ചിന്തിക്കേണ്ടിയിരുന്നത് ജാസ്മിൻ ആയിരുന്നു. കാരണം ജാസ്മിൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുള്ളിൽ കയറിപ്പോയ ഒരാളാണ്. ആ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് വരേണ്ട പ്രവൃത്തികളല്ല ജാസ്മിൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയ സമയത്ത് ഇപ്പം നോമിനേഷനിലും ഉണ്ട്, അതിനൊരു കാരണം കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൊണ്ട് ഗബ്രീൻ്റെ തലയിലിട്ട്, അയ്യോ ഗബ്രി എന്നെ പറ്റിച്ചേ, ഞാൻ അതിൽ മാനസികമായിട്ട് തളർന്നു പോയേ, അവൻ എന്നോട് ഒന്നും ഇല്ലാഞ്ഞിട്ട് അഭിനയിക്കുമായിരുന്നേ, പറ്റിക്കുമായിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മണ്ടന്മാരല്ല. അപ്പം ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ജാസ്മിനും ഗബ്രിയും കൂടെ മാത്രം ഇരുന്നിട്ട് ഈ കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഒന്നെങ്കിൽ ചെയ്തികൾ നിർത്തണം, അല്ലെങ്കിൽ ഇത് പ്രണയമാണെന്ന് പറയണം, അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം ഈ പ്രണയമാണെന്നുള്ള വാക്കുകളൊന്നും എടുത്ത് പറഞ്ഞിട്ടല്ല ഇവർ മൂന്നുപേരും കൂടെ സംസാരിക്കുമ്പോഴും, ഇവർ രണ്ടുപേരും കൂടെ മാത്രം സംസാരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ജാസ്മിൻ്റെ ആവശ്യം ഒന്നെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഗബ്രി പ്രണയമാണെന്ന് തുറന്നു പറയണം. ജാസ്മിന് അങ്ങനെയാണെന്നുള്ളത് ജാസ്മിൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഇവർ സംസാരിക്കുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, പ്രണയമാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കിനും ജാസ്മിൻ, അയ്യോ അങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ആ ടോപ്പിക്ക് ഇവർ സംസാരിക്കുന്നത് നിർത്തിയിട്ട് പിന്നെ ഇവിടുന്ന് രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പം ഗബ്രീൻ്റെ അടുത്ത് ഇതേപോലെ പറയുന്നുണ്ട്, ഗബ്രി എനിക്കിതിനൊരു ക്ലാരിറ്റി വേണം, ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസ്മിൻ വരുന്നു. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജാസ്മിൻ്റെ ശരിക്കുള്ള പ്രശ്നം ജാസ്മിൻ പറയുന്നത്, ഇന്നലെ ജാസ്മിൻ അത്രയും വയ്യാതെ കിടന്നിട്ട് ഗബ്രി പോയിട്ട് ഗെയിം കളിച്ചു, അതെങ്ങനെ പറ്റിയെന്നുള്ളതാണ് ജാസ്മിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രണയമാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, ഇപ്പം ഇന്നലെ ഇവൾ വയ്യാതെ കിടന്ന സമയത്തും നീ പോയിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചില്ലേ, പക്ഷേ നീയാണ് കിടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇവൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഇവൾക്ക് ഇങ്ങനെ ഗെയിം കളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നിനക്ക് ഗബ്രിക്ക് ജാസ്മിനോടുള്ള എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് തുറന്നു പറയണമെന്നാണ് റസ്മിൻ പറയുന്നത്. അപ്പം ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ഇവളോട് പറയേണ്ടത് ഇവളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവളോട് പ്രണയമാണ്, പക്ഷേ അതൊരിക്കലും ഒരു വിവാഹത്തിലേക്ക് പോകത്തില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാനാണ് ആഗ്രഹം, അത് നടക്കില്ല എന്നറിയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഗബ്രി പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് ജാസ്മിനും പറയുന്നത്. പക്ഷേ ഇവിടെ ഗബ്രി പറയുന്നത് വിഷയം തെറ്റ്, ജാസ്മിൻ പറയുന്നത് ശരി. അങ്ങനെയാണ് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസ്മിനും 90% ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഗബ്രി അങ്ങനെ പ്രണയിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലതെന്ന്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, അത് എന്നെ ബാധിക്കില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഗബ്രി പറയുന്നത്, ഗബ്രീനെ സംബന്ധിച്ച് ഇതുവരെ ഇങ്ങനെ ഒരു മോശം പേര് കേട്ടിട്ടില്ല, വീട്ടുകാർ പപ്പയും അമ്മയും പോലും ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ല, ചേച്ചി വന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് പോലും അത് എന്നെ ബാധിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം റസ്മിൻ പറയുന്നുണ്ട്, പക്ഷേ അത് ഇവളെ ബാധിക്കുന്നുണ്ട്.
ഗബ്രി അവിടെ എടുത്തു പറയുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നത് അവളെ ബാധിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞാൽ ആ നിമിഷം ഞാനതവിടെ നിർത്തും. ഞാൻ പിന്നെ അവളോട് എനിക്ക് വിഷമമുണ്ടെങ്കിലും ഞാൻ പിന്നെ സംസാരിക്കാനോ അവളുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ ഈ റിലേഷൻഷിപ്പ് ഇതേപോലെ കൊണ്ടുപോകാനോ നോക്കില്ല. പക്ഷേ അവളെ ബാധിക്കുന്നുണ്ടെന്ന് അവൾ പറയണം എന്ന് ഗബ്രി അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതുവരെ ജാസ്മിൻ അത് പറഞ്ഞിട്ടില്ല. ജാസ്മിൻ അറിയാലോ, ഇപ്പോൾ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ജാസ്മിനല്ലേ അറിയുന്നത്. അപ്പോൾ ജാസ്മിൻ അവിടെ ഗബ്രി ഇത് വേണ്ട, ഇങ്ങനെ ഇത് ശരിയല്ല, എന്തുകൊണ്ട് ജാസ്മിൻ അവിടെ ഒരു ബോർഡർ വെച്ചില്ല? ഇപ്പം ജാസ്മിനെ ബാധിക്കുന്നുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗബ്രി ആ വഴിക്ക് പോയില്ല എന്നുള്ളതാണ് ഗബ്രി പറയുന്നത്. ഗബ്രി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇവളോട് സ്നേഹമാണ്, ഇഷ്ടമാണ്, പക്ഷേ ഇത് കല്യാണത്തിലേക്ക് എത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് എന്തിനാണ് ഇത്? ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടി ഇരിക്കുന്ന സമയത്ത്, രതീഷ് ഉണ്ടായിരുന്ന സമയത്ത് രതീഷ് ഇതേപോലെ ചോദ്യം ചോദിച്ചപ്പോഴും ഗബ്രി ഇതേപോലെ തന്നെ പറഞ്ഞു, ഇപ്പം ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണത്തിലേക്ക് എത്തണം, അതല്ലാതെ എനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം, ഞാൻ ടൈം പാസിന് വേണ്ടിയിട്ട് പ്രണയിക്കാൻ നിൽക്കില്ല എന്ന് തുടക്ക സമയത്ത് ഗബ്രി പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജാസ്മിനും കൂടി ഇരിക്കുന്ന സമയത്താണ്. അതും അല്ലാതെ ഇവർ തമ്മിൽ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും ഇത് പറ്റില്ല, ഇപ്പോൾ ജാസ്മിനെ സംബന്ധിച്ച് സെയിം മതത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ, അതുകൊണ്ട് പിന്നെ ഗബ്രീനെ കല്യാണം കഴിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പിന്നെ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരുത്ത് എന്ന് പറയുമ്പോഴും ഞങ്ങളിത് പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുകയാണ് എന്നുള്ളതാണ് ജാസ്മിൻ്റെ മറുപടി പറഞ്ഞിരുന്നത്. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ജാസ്മിൻ പറയുന്നത് ഇവിടെ ഗബ്രി അതിനൊരു ഇത് വരുത്തണം. ഗബ്രി ഒന്നെങ്കിൽ പ്രണയമാണെന്ന് പറയണം, അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യരുതെന്ന് പറയണം. അത് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ഗബ്രി പറയുന്നത്. നിനക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ജാസ്മിൻ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗബ്രി അത് ചെയ്യാൻ ഇനി നിൽക്കില്ല എന്നുള്ളത് ഗബ്രിയുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴത്തേക്കിനും ജാസ്മിൻ പറയുന്നത് എന്താ, അവനപ്പം എന്നോട് ഇത്രയും നാളും കാണിച്ചിരുന്നത് എന്തായിരുന്നു, അപ്പം എന്നോട് എന്തിനാണ് അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്? അത് ചതിക്കുകയല്ലേ. അതായത് ഗബ്രി ജാസ്മിനെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ഇവർ 3 പേര് സംസാരിച്ചിരുന്നിടത്തു നിന്ന് ജാസ്മിൻ എഴുന്നേറ്റ് പോയിട്ട് റസ്മിനും ജാസ്മിനും കൂടെ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയണത് എന്താ, ഈ ആഴ്ച ഞാൻ പോയില്ലെങ്കിൽ ഗബ്രിക്കെതിരെ കളിക്കുന്നു തന്നെയാണ്. എന്നിട്ടൊരു 100 വട്ടം പറയുകയും ചെയ്യും ഇത് ഗബ്രിയുടെ തെറ്റല്ല. ഗബ്രീനെയാണ് ഇരുന്ന് കുറ്റം പറയുന്നത് മൊത്തം, ഗബ്രി എന്തോ ജാസ്മിനെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പം ജാസ്മിൻ തിരിച്ച് ചെയ്തോന്നും അല്ലേ? ജാസ്മിന് പറയായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഇതില്ല, ഇതിനൊരു ക്ലാരിറ്റി വരുത്ത്? കഴിഞ്ഞ ദിവസം ജയിലിൽ ഇരുന്നപ്പോൾ നോറേൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്നാണല്ലോ. ജാസ്മിൻ അവിടെയും അപ്പം നോറേൻ്റെ അടുത്ത് പറയായിരുന്നല്ലോ, അല്ലേ എനിക്ക് ഇതിൽ പ്രണയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്നുള്ളത്. ഇനി പോട്ടെ, നോറേൻ്റെ അടുത്ത് വേണ്ട, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴെങ്കിലും ജാസ്മിന് തുറന്ന് പറയായിരുന്നല്ലോ എനിക്കിത് പ്രണയത്തിലേക്ക് പോകുന്നു. ജാസ്മിൻ്റെ കാര്യം ജാസ്മിനല്ലേ നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ സ്വയം ഇങ്ങനൊരു ഫീലിങ്സ് വരുന്നുണ്ട്, അതിനൊരു ബോർഡർ ഇടണമെങ്കിൽ അത് ഇടണമായിരുന്നു. അതല്ലാതെ ഇത് ഇത്രത്തോളം കൊണ്ട് വെച്ചിട്ട് ഒരാളുടെ തലയ്ക്ക് പിന്നെ ഉള്ള കുറ്റം മൊത്തം കൊണ്ട് വെച്ച് അയാളത് ഗെയിമിനായിട്ട് യൂസ് ചെയ്യായിരുന്നോ, ഗെയിം ആക്കുമായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ജാസ്മിൻ മാത്രം റിയലായിട്ട് നിൽക്കുന്നു, ജെനുവിനായിട്ട് നിൽക്കുന്നു, ഭയങ്കര സിൻസിയറായിട്ട് ഗബ്രീനെ സ്നേഹിച്ചു, പക്ഷേ ഗബ്രി ഗെയിമിനായിട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇത് ആദ്യ ആഴ്ചയിൽ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്നാണ് അപ്പോൾ ജാസ്മിൻ വിചാരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് ഔട്ടാവുമോ എന്നുള്ള പേടിയായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. വോട്ട് കിട്ടണം, അതിന് ജനങ്ങളോട് എന്തൊക്കെയോ കുറേ ക്ലാരിറ്റി വരുത്തണം, അതിനുള്ള തത്രപ്പാടായിട്ടാണ് എനിക്ക് ജാസ്മിൻ്റെ ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മാത്രമല്ല എനിക്ക് ഗബ്രീൻ്റെ അടുത്താണ് കുറച്ച് സെൻറ്റിമെൻറ്റ്സും തോന്നിയത്. ഗബ്രിയും ജാസ്മിനും തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇമേജ് കോൺഷ്യസ് അല്ല, നാട്ടുകാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഗബ്രി ഇപ്പോഴും സെയിം സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ജാസ്മിൻ പറയുന്നത് എന്താ, എനിക്ക് കുറേ നഷ്ടങ്ങൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ചപ്പോഴത്തേക്കിനും ഒരു ക്ലിയർ പിക്ചർ ജാസ്മിന് കിട്ടിയതല്ലേ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അതുമുതലെങ്കിലും ജാസ്മിൻ ഒരു ബോർഡർ വയ്ക്കായിരുന്നില്ലേ? അതുപോലും അപ്പം ഇമോഷണലി സ്വന്തം ഇമോഷൻസിന് പോലും ഒരു വാല്യൂ കൊടുക്കാതെ അനാവശ്യമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി ഇവിടെ ഗെയിം കളിക്കാൻ തന്നെ വന്നതല്ലേ. അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ജാസ്മിൻ വിചാരിച്ചാൽ പറ്റുമായിരുന്നു. പക്ഷേ ജാസ്മിൻ ആരോടൊക്കെയോ ഉള്ള വാശി കൊണ്ട്, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഇത് ക്വസ്റ്റ്യൻ ചെയ്തവരോടൊക്കെ ഉള്ള വാശി കൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്സാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് മെഴുകി ആകെ വഷളായി കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിയപ്പോഴത്തേക്കിനും ഇപ്പോൾ പുതിയൊരു ഡ്രാമ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് കണ്ടപ്പോൾ. അതേപോലെ ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി അവൻ എൻ്റെ ഫ്രണ്ടായിരിക്കും, അതല്ലാതെ വേറൊന്നും എൻ്റെ കണ്ണിലും കാണൂല, എൻ്റെ മനസ്സിലും കാണൂല. ഞാൻ ഇനി അവൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും, ഇനി അവൻ്റെ കയ്യിൽ പിടിക്കും, അവനെ കെട്ടിപ്പിടിക്കും, പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവില്ല, അവൻ എൻ്റെ ഫ്രണ്ട് മാത്രം. ഇത്രയും കാലവും നിങ്ങളത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്?
ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞെട്ടി വിരിഞ്ഞിട്ട് അയ്യോ നമ്മൾ ചെയ്യുന്നത് പ്രേമിക്കുന്ന രീതിയിലാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നോ ജാസ്മിന്? അച്ഛൻ വിളിച്ചപ്പോഴത്തേക്കിനും ജാസ്മിന് തോന്നിയില്ലേ? സായി വന്നിട്ട് കെട്ടാൻ പോകുന്ന പയ്യൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിന് തോന്നിയില്ലേ? ലാഡേൽട്ടൻ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ക്ലാരിറ്റി വരുത്തണമെന്ന് പറഞ്ഞിട്ട് തോന്നിയില്ലേ? ഈ ആഴ്ചയിൽ വരുമ്പം പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകരുടെ പ്രതികരണം കാണുമ്പോഴത്തേക്കിനും ജാസ്മിന് തോന്നിയില്ലേ? ഇപ്പോൾ നോമിനേഷനിൽ വന്നു, എവിക്ഷൻ ഇതിൽ വന്നപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായോ? എനിക്കിവിടെ പക്ക ഗെയിം കളിക്കുന്നത് ജാസ്മിനായിട്ടാണ് തോന്നിയത്. പിന്നെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉള്ളിൽ ഭയങ്കരമായിട്ടും വിങ്ങുവാ, ഞാൻ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്ന്. ഇതേ ജാസ്മിൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉള്ളിൽ വെച്ചൊന്നും പെരുമാറാൻ അറിയില്ല, എൻ്റെ ഉള്ളിലുള്ളതൊക്കെ എൻ്റെ മുഖത്തേക്കും വരുമെന്ന്. ഞാനും മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഉള്ളിലുള്ളതൊക്കെ മുഖത്ത് കാണിക്കും. അതിപ്പോൾ ദേഷ്യമാണെങ്കിലും ശരി, സങ്കടമാണെങ്കിലും ശരി, സ്നേഹമാണെങ്കിലും ശരി. ഈ കാര്യത്തിൽ ജാസ്മിൻ അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഈ രീതിയിലല്ല റിയാക്ട് ചെയ്യുക. പിന്നെ ഇപ്പം ജാസ്മിൻ ഈ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നത് കാണാൻ ചിലപ്പോൾ ജാസ്മിന് ഫാൻസ് കൂടുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും ജാസ്മിൻ്റെ അടുത്തൊരു ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇനിയിപ്പോൾ ഔട്ടായില്ലെങ്കിൽ എന്താ, ജാസ്മിനും ഗബ്രിയും കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത് കാണാം. ജാസ്മിൻ ഗബ്രീനെ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ജാസ്മിൻ്റെ ഗെയിമായിട്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ.